ഫോൺ തന്നെ. എന്തിനാ? എന്റെ ഫ്രണ്ടിനെ വിളിക്കാൻ ഒരു കാര്യം സംസാരിക്കാനായിരുന്നു. പിള്ളേർക്ക് ഫോൺ കൊടുക്കാതിരിക്കണതാണ് നല്ലത്. മാളു, നിനക്ക് ആരെയും വിളിക്കണ്ടെന്ന് വെച്ചാൽ പോയി വിളിച്ചിട്ട് വാ. വളം വെച്ചു കൊടുക്ക്, പിന്നീട് കരയാതിരുന്നാ മതി. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാണമ്മ? എനിക്ക് പറയണോന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയണം തോന്നെല്ലാം പറയുന്നതേ അത്ര നല്ലതല്ല കേട്ടോ. എന്ത് പറയണം പറയണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. അമ്മ അമ്മയുടെ കാര്യം നോക്കി പോയമ്മ. എനിക്ക് സൗകര്യമില്ല. നീ പറയുമ്പോ ഞാനെതിന് പോണം. നീ പോടി. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാണമ്മ? എടുത്ത് എന്താ പ്രശ്നം? എന്താ പറ്റിയ? ഇവിടുത്തെ മൂത്ത റാണിക്ക് എന്നെ കണ്ണി പിടിക്കുന്നില്ല. അത് തന്നെ കാര്യം. അവൾക്ക് എനിക്ക് രണ്ട് തന്നാ കൊള്ളാന്ന് വരെ ഉണ്ട്. അവൾ നോക്കുന്ന വേണ്ടിയില്ലേ? അമ്മ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. അപ്പൊ ഞാൻ പറയുന്നതാണ് നിനക്ക് കുറ്റം. അഞ്ജു, നീ തന്നെ ഒന്ന് പറഞ്ഞേ, ഇവൾക്ക് ഇച്ചിരെങ്കിലും ബഹുമാനം എന്നോട് ഉണ്ടാ പറ. മിണ്ടാ നിക്കാതെ നിനക്ക് പറയാനുള്ള പറയാഞ്ചു. ഞാൻ എന്റെ അമ്മയ്ക്ക് ബഹുമാനം കൊടുക്കുന്നില്ലേ? അങ്ങനെ ചോദിച്ചാ അവളെങ്ങനെ പറയും? അവളെന്തെങ്കിലും പറഞ്ഞാ നീ ചാടി കളിക്കാൻ ചെല്ലൂലേ? എന്റെ അമ്മ ഇത് എന്ത് ഭാവിച്ചാ? അയ്യോ, എന്തിനൊച്ചനിവിടെ അങ്ങനെയൊക്കെ വേണം. എടാ മോഹനൻ, ഞാൻ നിന്റെ ആരാ? എന്ത് ചോദ്യമാണ് അമ്മ? എന്റെ അമ്മ ആണേ. അപ്പൊ നിന്റെ ഭാര്യക്ക് ഞാൻ ആരായിട്ട് വരും? ഭാര്യയുടെ അച്ഛൻ. കണ്ടോ അവൾ എന്നോട് സംസാരിക്കുന്നത്? നീ കൊള്ളാത്തത് കൊണ്ടാണ് അവൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണം. ഞാൻ കൊള്ളാത്തോണ്ട് ഞാനെന്ത് ചെയ്തിട്ട്? നീ അഞ്ജുവിന് തോന്നിയിട്ടുണ്ട് നിന്നെ കൊള്ളാത്തോണ്ടാണ് ഇവൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അതൊക്കെ ഓർന്ന് തോന്നലായിരിക്കും. ആണോ അഞ്ജു? ഓനേട്ടാ, ഇവിടെ വേറെ ആർക്ക് എന്ത് തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല. ഓനേട്ടന് തോന്നിയിട്ടുണ്ടോ എനിക്ക് നിങ്ങളുടെ അമ്മയോട് ബഹുമാനം ഇല്ലെന്ന്? എനിക്കാ? നിങ്ങൾക്ക് തന്നെ. അങ്ങനെയൊക്കെ ചോദിച്ചാ അവള് നിന്നെ എന്തെങ്കിലും ചെയ്യൂന്ന് പേടിയൊക്കെ പറയണ്ട. പേടിയാ? എനിക്ക് പേടിയാ. എന്തിനു പേടി? എന്നാ നീ ഉരുണ്ട് കളിക്കാത്ത കാര്യം പറ. എന്റെ അമ്മ ഇതിനൊക്കെ മറുപടി പറഞ്ഞത് വലിയൊരു വിഷയമാവും. അതുകൊണ്ട് തൽക്കാലം ഇത് വിടാം. അങ്ങനെ ഇപ്പൊ വിടുന്നില്ല. നിങ്ങൾ പറഞ്ഞിട്ട് പോയാ മതി. എന്നാ കേട്ടോ, നിനക്ക് കുറച്ച് ബഹുമാനം കുറവുണ്ട്. ഇപ്പം മതിയായല്ലോ, ഇനി ആര് പറയണം? അപ്പൊ അഞ്ജുവിനും അമ്മയ്ക്കും മോനേട്ടനൊക്കെ ഒരേ അഭിപ്രായമാണല്ലേ? അതെ, ഇനിയെങ്കിലും കുറച്ച് ബഹുമാനിക്കാൻ പഠിക്കും. ഇവിടെ എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയതുകൊണ്ടേ ഞാനൊരു കാര്യം പറയാം. ഈ ബഹുമാനം എന്ന് പറയുന്നതേ ചോദിച്ചു വാങ്ങേണ്ട കാര്യമൊന്നുമല്ല. അതിങ്ങോട്ട് തരുന്നത് പോലെ ഇരിക്കും തിരിച്ചു കിട്ടുന്നത്. അമ്മയോട് ബഹുമാനം തോന്നാൻ പാകത്തിനുള്ള പ്രവൃത്തികളൊന്നും അമ്മ ചെയ്യുന്നുമില്ല. റൂമിലേക്ക് കടന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അമ്മയുടെ അത്രയും ജീവിതാനുഭവം ഒന്നും എനിക്കില്ല. എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒന്ന് വീണ് കിടക്കുമ്പോഴേ ഈ ചേർത്ത് വൃത്തികളൊന്നും കാണില്ല കൂടെ. ഞാനേ കാണത്തുള്ളൂ. നടക്ക്. എന്ത് പണിയാ കാണിച്ചത്? ഞാൻ അവിടെ വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് നിന്നായിരുന്നു. മൊത്ത ചമ്മി നാറി. അഞ്ജുവിന്റെ മുഖത്തെ ഭാവമൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. എല്ലാം കൊളാക്കി. എന്റെ പൊന്നാവണി, ഞാൻ അവിടുന്ന് മിണ്ടാതെ മര്യാദക്ക് കൂടെ പോകുന്നല്ല. അപ്പൊ നീ അല്ലേ എന്നെ നിർബന്ധിച്ച് പറയിപ്പിച്ചത്? എന്നാ നിങ്ങൾക്ക് തോന്നുന്ന പോലെ അങ്ങ് വിളിച്ച് പറയുകയാണോ ചെയ്യുന്നത്? ഇനി ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. എന്റെ അവിടെ നീ നിർബന്ധിച്ചപ്പോ അറിയാതെ ഞാൻ പറഞ്ഞു പോയതാ. സോറി, നീ അത് വിട്ടുകളാ. എന്റെ പേടി അതല്ല. നീ അവസാനം പറഞ്ഞത് അഞ്ജുവിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലേ കണക്കായി പോയി. ഞാനതൊന്നും മനസ്സ് വെച്ച് പറഞ്ഞല്ല. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി വല്ലതും പറയണ്ടേ? ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പുലിവാലാണോ എന്നെന്ന് ആർക്കറിയാം? ആ പുലിവാലൊന്നും ഉണ്ടാകത്തില്ല. കണ്ടറിയാം. പക്ഷെ ഞാനൊരു കാര്യം തീർത്ത് പറഞ്ഞേക്കാം. ഇനി എന്തെങ്കിലും എന്നെ ഇങ്ങനെ തള്ളി പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ അറിയും. എന്റെ പൊന്നോ, അപ്പൊ ഇതല്ലാതെ വേറൊരു സ്വഭാവം നിനക്കുണ്ടാ? തള്ളി പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. കാര്യം പറഞ്ഞു. കുറെ നേരമല്ല എന്നെ ഇവിടെ പിടിച്ചു വെച്ച് നിർത്തിയേക്കണ്. നിങ്ങളുടെ ഏട്ടത്തിയോട് പറ, മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ചോളാം. ഏട്ടത്തി അതിന് എന്ത് പറഞ്ഞു? അവരമ്മയോട് പറയണേ, അമ്മ വീണ് കിടത്താൻ ഞാൻ നോക്കില്ല, അതുകൊണ്ട് അധികം ചേർത്ത് നിർത്തണ്ട. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അവരാരും ഇതൊക്കെ പറയാൻ? നീ അപ്പൊ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചില്ല. പക്ഷെ ചോദിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ച് ചോദിക്കും. നമ്മളാ? നമ്മള്. എന്ത്? അതൊക്കെ വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം?
നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ പറ്റൂലേ? ഈ ഏട്ടത്തിനെ എന്റെ അമ്മയുടെ അതേ സ്ഥാനത്ത് ഞാൻ കാണണേ. ഈ പറയുന്ന ഏട്ടത്തിക്ക് നിങ്ങളുടെ അമ്മ സ്വന്തം അമ്മയെ പോലെ തന്നെയല്ലേ? എന്നിട്ട് എന്തെങ്കിലും ഒരു വില അവർ കൊടുക്കുന്നുണ്ടോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഇനി മേലെ നിങ്ങൾ ഏട്ടത്തി എന്നോട് ഇങ്ങനെ പറയരുത്. ഇപ്പൊ പറഞ്ഞതിനൊക്കെ ക്ഷമയും പറയണം. ക്ഷമ പറയാനാ? ആ വേണം. എന്ത്? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെയാണോ? സ്വന്തം ഭാര്യക്ക് ഒരു വിലയുമില്ല, ഏട്ടത്തിക്കാണെങ്കിൽ വായി തോന്നിയൊക്കെ പറയുകയും ചെയ്യാം. നിങ്ങളാണെ ഒരു കുന്തം വെടിങ്ങിയ പോലെ നിൽക്കുകയും ചെയ്യും. നീ ഒന്ന് നിർത്തി അഞ്ചു. നീ എന്താ ഇവിടുത്തെ ചെണ്ടയാ? ഏട്ടത്തിക്കുള്ള അതേ അധികാരം നിനക്കുണ്ട് ഇവിടെ. എന്നാ നമുക്ക് ചോദിക്കാം. നിങ്ങൾ ചോദിക്കോ? എന്തായാലും നിനക്കൊരു ഡൗട്ട്, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഏട്ടത്തി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ് പ്രകാശ, ഞാനൊന്ന് കൊണ്ടുവച്ചിട്ട് വരാം. വിട്ടു കൊടുക്കരുത്. ക്ഷമ പറയാതെ ഒരു കോംപ്രമൈസും ഇല്ല, കേട്ടല്ലോ? അതല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഇനി പറഞ്ഞോ, എന്താ നിനക്ക് പറയാനുള്ളത്? എന്താടാ എന്തുട്ടി?